എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിവടിയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് വന്നു. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടെങ്കിൽ 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ വന്നിരിക്കുകയാണ്. വേക്കൻസി ലിസ്റ്റ് വന്നു. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇതാ കാത്തിരിപ്പിന് വിരാമമെന്ന് പറയാം. വേക്കൻസി ലിസ്റ്റ് എല്ലാ കാര്യങ്ങളും hscap.kerala.gov.in hscap. എന്ന വെബ്സൈറ്റിൽ വന്നു. hscapൻ്റെ വെബ്സൈറ്റിൽ വന്നു. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് വന്നു. അപേക്ഷ തുടങ്ങി. ഹാപ്പി ആയില്ലേ? സന്തോഷമായില്ലേ എല്ലാവർക്കും? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ hscapൻ്റെ വെബ്സൈറ്റിൽ കയറുക. ശേഷം വേക്കൻസി ലിസ്റ്റിൻ്റെ ലിങ്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ജില്ലയിലെ സ്കൂളുകളുടെ ലിസ്റ്റും ആ സ്കൂളുകളിൽ എത്ര വേക്കൻസി, ഏതൊക്കെ കോഴ്സുകളിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏതൊക്കെ വേക്കൻസി, എത്ര വേക്കൻസി ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. അപ്പോൾ അപേക്ഷ നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കും കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കും അവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്യുക. ശേഷം ക്ലിക്ക് ഹിയർ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയതായിട്ട് ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമർപ്പിക്കാം എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചിലപ്പോൾ കൊടുത്തിട്ടുള്ള സ്കൂളുകളിൽ വേക്കൻസി കാണുകയില്ല. ചിലപ്പോൾ വേക്കൻസി കാണുകയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ കോഴ്സുകൾ കോമ്പിനേഷനുകൾ കൂട്ടിച്ചേർക്കേണ്ടി വന്നേക്കാം. പുതിയ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള സ്കൂളുകൾക്കും കോഴ്സുകൾക്കും ആണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. പുതിയ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള സ്കൂളുകൾക്കും കോഴ്സുകൾക്കുമാണ് നിങ്ങൾ അപേക്ഷ വെക്കേണ്ടത്. അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരു തെറ്റുമില്ല, ഒരു കുഴപ്പവുമില്ല. പക്ഷേ എന്നാലും നിങ്ങൾ അപേക്ഷ എഡിറ്റ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അല്ലാതെയുള്ള ഒരു വിദ്യാർത്ഥികളെയും അപേക്ഷ എഡിറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിനിയെ പോലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അപേക്ഷയിൽ തെറ്റ് വന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ നൽകിയ വിവരങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ്, SLC മാർക്ക് ലിസ്റ്റിൻ്റെ മാർക്ക്, പിന്നെന്ത് ചെയ്യാം, ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, വേണ്ട ഓപ്ഷൻസ് വേണ്ടാത്തത് എടുത്തു കളയാം, പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നിങ്ങൾ കൊടുത്തപ്പോൾ അവിടെ നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എഡിറ്റ് ചെയ്ത് നീക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊരു പുതിയ ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന വഴി പുതിയ ആപ്ലിക്കേഷൻ ഐ ഡി, പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അപേക്ഷ സമർപ്പിച്ചുകൊള്ളുക. ഏത് രീതിയാണ് പറ്റുക, അപേക്ഷ സമർപ്പിച്ചുകൊള്ളുക. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കുക, നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. എന്ത് ചെയ്യാം, റിസൾട്ട് സംബന്ധിച്ചും കൂടുതൽ അപ്ഡേറ്റുകൾ സംബന്ധിച്ചും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യും, SLCയും +1ഉം +2ഉം ഡിഗ്രി ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിലുള്ള നിരവധി ഉപകാരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ ലഭിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. ടൈം ഫോർ വാച്ചിങ്. ബൈ.